ഹായ് ഫ്രണ്ട്സ്, എൻ്റെ വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുന്ന ഏത്തപ്പഴം ഉപയോഗിച്ച് തയ്യാറാക്കാൻ പറ്റിയ നല്ലൊരു സ്നാക്സ് റെസിപ്പിയാണ്. അതിനായിട്ട് ഞാൻ നന്നായിട്ട് പഴുത്ത് 4 ഏത്തപ്പഴമാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. ഇതിൻ്റെ തൊണ്ടൊക്കെ കണ്ട കറുത്ത് തുടങ്ങിയതാണ്. അപ്പോൾ ഇത് 2 സൈഡും കണ്ടിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് നന്നായിട്ട് പുഴുങ്ങിയെടുക്കണം. അപ്പോൾ എത്ര കഴിക്കില്ലാത്ത കുട്ടികളാണെങ്കിൽ പോലും ഈ ഒരു രീതിയിൽ ഉണ്ടാക്കി കൊടുത്താൽ ഉറപ്പായിട്ടും അവർ ഏത്തപ്പഴം കഴിക്കും. അപ്പോൾ അതിനായിട്ട് ഞാൻ ഇഡ്ഡലി തട്ടിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. ഇനി ഞാൻ വിറകടുപ്പിലാട്ടോ വെച്ച് കൊടുത്തേക്കുന്നത്. അപ്പോൾ ഇതേ കുറേ സമയം കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ഏത്തപ്പഴം നന്നായിട്ട് വെന്ത് ഇതുകൊണ്ട് ഇതേമാതിരി തൊണ്ട് പൊട്ടി കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് ഇച്ചിരി ആറിക്കഴിഞ്ഞപ്പോഴാട്ടോ ഞാൻ എടുക്കുന്നത്. ഇനി നമുക്കിതൊന്ന് തൊണ്ടൊക്കെ പൊളിച്ച് ഇതിൻ്റെ ചെറിയ നാരൊക്കെ ഒന്ന് മാറ്റി കൊടുക്കാം കേട്ടോ. ഇതേ തൊണ്ട് പൊളിച്ചെടുക്കാം കേട്ടോ. നല്ലതായിട്ട് പഴുത്ത ഏത്തപ്പഴമാണ്. ചില കുട്ടികൾക്കൊക്കെ ഏത്തപ്പഴം കഴിക്കാൻ മടിയുള്ള കുട്ടികളുണ്ടല്ലോ. അപ്പോൾ ഈ ഒരു രീതിയിൽ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ അവർക്ക് നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ളൊരു സ്നാക്സ് റെസിപ്പിയാണ്. കുട്ടികൾക്ക് മാത്രമല്ല മുതിർന്നവർക്കും കഴിക്കാൻ പറ്റിയ നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. അപ്പോൾ ഇതേ ഞാൻ പഴം എല്ലാം 4 ഞാൻ തൊലി കളഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഞാൻ സ്പൂൺ വെച്ച് ജസ്റ്റ് ഒന്നിങ്ങനെ ഒന്ന് പൊട്ടിച്ച് കൊടുക്കുക കേട്ടോ. അതിന് ശേഷം നമുക്ക് കൈ ഉപയോഗിച്ച് നന്നായിട്ട് കുഴച്ചെടുക്കാവേ. അപ്പോൾ ഇത് ഞാൻ കൈ ഉപയോഗിച്ച് നന്നായിട്ട് കുഴച്ചെടുക്കാം. ഇനി ഉള്ളിൽ ആ കാമ്പ് കളയുമൊന്നും വേണ്ട, പുറമേ ഉള്ള ആ ഒരു നാര് കളഞ്ഞെടുത്താൽ മതി കേട്ടോ. അപ്പം നമുക്ക് വളരെ എളുപ്പം ഉണ്ടാക്കാനും പറ്റിയ ഒരു നല്ലൊരു റെസിപ്പി. ഇപ്പം ഞാൻ കൈക്ക് ഇതേമാതിരി പീച്ചി കൊടുത്തു കേട്ടോ. അപ്പോൾ നന്നായിട്ട് പഴുത്ത പഴമായത് കാരണം കൊണ്ട് തന്നെ നമുക്ക് കൈക്ക് ഇതേപോലെ നമ്മൾ ചപ്പാത്തിക്കൊക്കെ മാവ് കുഴയ്ക്കുന്ന ആ ഒരു പരുവത്തിന് നമുക്ക് കുഴച്ചെടുക്കാൻ പറ്റും. അപ്പോൾ ഇത് ഞാൻ കുഴച്ച് നന്നായിട്ട് ഞാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാനായിട്ട് ഞാൻ 1 കപ്പ് തേങ്ങാ ചിരവിയതും ഒരു 10 കാഷ്യൂനട്ട് പൊടിച്ചതും എടുത്തിട്ടുണ്ട് കേട്ടോ. ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്തതേ ഉള്ളൂ. ഇനി ഇതിലേക്ക് മുന്തിരിങ്ങ ചേർത്ത് കൊടുക്കാം, അതേപോലെ തന്നെ ഏലക്കാപ്പൊടിയും ചേർത്ത് കൊടുക്കാം കേട്ടോ. പക്ഷേ ഞാൻ ഇത് രണ്ടും ചേർത്ത് കൊടുത്തിട്ടില്ല, ഇത് രണ്ടും മാത്രമേ എടുത്തിട്ടുള്ളൂ കേട്ടോ. എൻ്റെ കയ്യിൽ മുന്തിരിങ്ങ ഒന്നും ഇല്ലായിരുന്നു. ഇപ്പം പിന്നെ ഒരു പാത്രത്തിലേക്ക് ഞാനൊരു 2 സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ഞാൻ മിൽമയുടെ നെയ്യാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ നെയ്യ് ഒഴിച്ച് കൊടുത്തതിന് ശേഷം നമ്മുടെ അണ്ടിപ്പരിപ്പും തേങ്ങായും കൂടി ഒന്ന് ഇളക്കി മൂപ്പിച്ചെടുക്കണം. മൂപ്പിക്കാൻ ഒരുപാടൊന്നും വേണ്ട, ചെറുതായിട്ടൊന്ന് അതിൻ്റെ ഒരു ഇത് പച്ചമണം മാറി കിട്ടിയിട്ട് അപ്പോൾ അതിലേക്ക് 1 സ്പൂൺ പഞ്ചസാരയും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഞാൻ വീഡിയോ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് നല്ല ചീവീടിൻ്റെ കാർച്ചയുണ്ട് കേട്ടോ. അപ്പോൾ അതാണ് ആ ശബ്ദം കേട്ടോ, ഭയങ്കരമായിട്ട് ചീവീടിൻ്റെ ശബ്ദം കേട്ടോ ഇവിടെ. അപ്പോൾ ഇതേ നമ്മുടെ കശുവണ്ടിപ്പരിപ്പിൻ്റെ നിറമൊക്കെ മാറി തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു സമയത്ത് ഞാൻ ഇതിലേക്ക് തേങ്ങ ചിരവിയിലിട്ട് കൊടുക്കാം കേട്ടോ. 1 കപ്പ് തേങ്ങ ചിരവിയത്. അപ്പോൾ തേങ്ങ ഒന്നും ഒരുപാട് ഉണങ്ങിയൊന്നും വേണ്ട. അതിലേക്ക് 1 സ്പൂൺ പഞ്ചസാരയും കൂടെ. ഈ സമയത്ത് നമുക്ക് മുന്തിരിങ്ങായ അതുപോലെ ഏലക്കാപ്പൊടിയൊക്കെ ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പം ഞാൻ ഇതേപോലെ ചേർത്ത് അത് നമുക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന നമ്മളെ കുഴച്ച് വെച്ചിരിക്കുന്ന ഏത്തയ്ക്കയുടെ മാവിലേക്ക് ഇത് ചേർത്ത് കൊടുത്തു കേട്ടോ. ഇനി ഒന്ന് ചൂടാറാനായിട്ട് ഞാൻ ഇങ്ങനെയൊന്ന് ഇളക്കി കൊടുത്തത് കേട്ടോ. ജസ്റ്റ് ഒന്ന് ചൂടായി കിട്ടിയാൽ മതി. ഇപ്പോൾ ഇനി നമുക്കിത് നന്നായിട്ടൊന്നുകൂടെ കുഴച്ചെടുക്കണം. ഇനി കുഴച്ചിട്ട് നമ്മളിത് ഫുള്ള് ചെറിയ ബോൾസ് ആക്കി എടുക്കണം. ഇതേപോലെ നന്നായിട്ട് നമുക്ക് കുഴച്ച് മിക്സ് ആക്കി എടുക്കാം കേട്ടോ. നമ്മൾ തേങ്ങയുടെ അത് എല്ലായിടത്തും എത്താനായിട്ടാണ് ഇതേപോലെ കുഴച്ചെടുക്കുന്നത്. ഈ കുഴച്ചെടുത്തതിന് ശേഷം നമുക്ക് ചെറിയ ബോൾസ് ആയിട്ട് ഉരുട്ടാം. അപ്പം നമുക്കത് ഉരുട്ടിയെടുക്കാൻ എളുപ്പമാണ് കേട്ടോ. ഇപ്പോൾ ഒരു നാരങ്ങ വലിപ്പമുള്ള ബോൾസ് ആക്കിയാട്ടോ ഞാൻ എടുത്തിരിക്കുന്നത്. ചില ബോൾസൊക്കെ ചെറുതായിപ്പോയി, എന്നാലും അത്യാവശ്യം മുഴുപ്പമുള്ള ബോൾസ് ആക്കി ഞാൻ എടുത്തിരിക്കുന്നത്. ഇനി ഇത് നമുക്ക് നെയ്യിലിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഒത്തിരി ഫ്രൈ ആക്കുമൊന്നും വേണ്ട, എന്നാലും ചെറിയ രീതിയിൽ ഫ്രൈ ആക്കി എടുക്കണം. ഇത് മൊത്തം നമുക്ക് ഉരുട്ടിയെടുക്കാം കേട്ടോ ഇതേപോലെ. അതിനുശേഷം ഞാനിതേ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നെയ്യൊക്കെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് നമ്മുടെ നെയ്യ് ചൂടായി കഴിയുമ്പോഴത്തേക്കും നമ്മൾ തയ്യാറാക്കി ബോൾസ് ഫുള്ള് ഇട്ട് കൊടുത്തു കേട്ടോ. ഇത് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് അതിൻ്റെ ഒരു വശം ഇതേപോലെ ഒരു ബ്രൗൺ കളറായി വന്നിട്ടുണ്ട് കേട്ടോ. പക്ഷേ ഇത് മൊത്തം അങ്ങ് നമുക്ക് മുക്കിയെടുക്കാൻ പറ്റത്തില്ലാത്തതാണ് ഞാൻ ഈ ഒരു രീതിയിലായിട്ട് എടുക്കുന്നത്. അപ്പോൾ ഇതേ നമ്മുടെ ബോൾസ് എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം കേട്ടോ. അതിന് ശേഷം അല്പം തേങ്ങയും കൂടി ചിരവി ഇട്ടതിന് ശേഷം നമുക്കിത് ചൂടാറിയതിന് ശേഷം കഴിക്കാനായിട്ട് എടുക്കാം കേട്ടോ. ഇപ്പോൾ ഇത് നല്ല ചൂടാണ്. ഇപ്പോൾ തൊമ്മിക്കുട്ടിന് ഇത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അവൻ അപ്പോഴേ വന്ന് ഇത് പിടിക്കുന്നുണ്ട്. ചൂടാണ് കൊണ്ട് അവനെ കൈ മാറ്റിക്കൊണ്ട് പോയത്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായാലും ലൈക്കും കമൻറ്റും ഷെയറും ചെയ്യാൻ മറക്കരുത് കേട്ടോ. നല്ലൊരു ഹെൽത്തി റെസിപ്പിയാണ്. അപ്പോൾ അടുത്ത ദിവസം മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത്. എല്ലാവർക്കും ബൈ.